ഞാൻ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണമാറ്റം ആവശ്യമാണെന്ന് എനിക്കെപ്പോഴും തോന്നും. വളരെ കലുഷിതമാണല്ലോ. അല്ലെങ്കിൽ എനിക്ക് പറയാൻ മടിയാ. ഓറിനെ കുറിച്ചൊക്കെ ഞാൻ എന്ത് പറയാനാ? എനിക്ക് മടിയാ, എന്നോട് ക്ഷമിക്കണേ. ഒരു മനസ്സിലൊരു പ്രകാശമില്ല പറയാൻ. അയ്യോ, അതുകൊണ്ടല്ല, ഒട്ടും ഒരു ഫയറില്ല പറയാൻ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിരർഥകമാകും. ഞാനിങ്ങനെ മനസ്സിലൊക്കെ ഓർക്കുക. ഒന്നും ഒരു പൂർണ്ണ രൂപത്തിലായിട്ടില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. എല്ലാം അവ്യക്തവും പിടിതരാത്തതും ഇങ്ങനെ ഒഴുകി പോകുന്നു. ഞാൻ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണമാറ്റം ആവശ്യമാണെന്ന് എനിക്കെപ്പോഴും തോന്നും. അതിനുവേണ്ടി കാത്തിരിക്കുന്നു. സാഹിത്യം അനുനിമിഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, നവീകരിക്കപ്പെടുകയും പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടക്കുകയും ഒരുപാട് നവാഗതരെഴുത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുകയാണ്. അതേസമയം പഴയ ആളുകളുടെ പ്രസക്തി പോയിട്ടുമില്ല. അവരാണ് നമ്മുടെ അടിസ്ഥാന ശിലകൾ. ഒരു കരുത്തുറ്റ ശിലയില്ലാതെ നമുക്ക് മേൽത്തട്ട് പണി തീർത്താനാവില്ലല്ലോ. അപ്പം ഈ പുതിയവരെ വരവേൽക്കുന്നതിനൊപ്പം നമുക്ക് നമ്മുടെ പൂർവ്വസൂരികളെയും വായിക്കുക തന്നെ. പുതിയ സമൂഹത്തിനോട് അയ്യോ മതി അയ്യോ മെസ്സേജോ എന്ത് പറയാനുണ്ട്? പുതിയ ജെൻസിയാണല്ലോ പുതിയ തലമുറയോട് എന്ത് പറയാനുണ്ട്? അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊന്നും കേൾക്കാൻ അങ്ങനെയൊക്കെ പറയാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പണ്ടേ മാധ്യമ പ്രവർത്തനത്തോട് ഒരു വട്ടം തുടങ്ങി 20 കൊല്ലം ഇഫക്റ്റ് എന്നൊരു മാഗസിൻ, പ്രിൻ്റഡ് മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസക്തി കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഓൺലൈനല്ലേ. അപ്പോൾ പ്രിൻ്റഡ് മാറിയപ്പോൾ അല്ല, അത് ഞാൻ വയ്ക്കാൻ പോയതാണ്. ജേർണലിസ്റ്റ് സ്കോപ്പ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പൈസ വേണ്ടേ? അപ്പോൾ താങ്ക് യു.